ഹായ് ഹലോ, വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് 10ാം ക്ലാസ്സിൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒക്കെ മാറിയിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് വന്നിട്ടുള്ളത്. ചാപ്റ്ററിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. നമ്മൾ 9ലെ ലാസ്റ്റ് പഠിച്ചിട്ടുള്ള ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, അപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നല്ല ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കുട്ടികൾ വളരെ ബുദ്ധിമുട്ട് പറയാറുണ്ട് എങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട്, യാതൊരുവിധ പ്രശ്നവും ഇല്ലാണ്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. വൺസ് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ടീച്ചർ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ച് കേൾക്ക, മനസ്സിലാക്ക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ നോമൻക്ലേച്ചർ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ പേര്, നെയിമിംഗ് എന്നാണ്. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം തന്നെ എന്താണ്? നെയിമിംഗ് എന്നാണ്. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് പേര് വിടും, അല്ലെ? പേരിടുമ്പോ നമ്മൾ എന്ത് നോക്കും? അച്ഛന്റെ പേരും അമ്മയുടെ പേരുമായിട്ട് സാമ്യമുണ്ടോ? അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് കുറെ പേരിൽ നിന്ന് നമ്മൾ ഒരു പേര് സെലക്ട് ചെയ്യും. അതേപോലെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? പേരിടും. ആ പേരിടുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ഓർഡർ എന്താണ്, അതിന് പിന്നിലുള്ള നിയമങ്ങൾ, കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, ഓരോ ടൈപ്പ് കോമ്പൗണ്ടിനും പേരിടുന്ന രീതി അല്ലെങ്കിൽ ഓർഡർ ഡിഫറെന്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന കോമ്പൗണ്ട് ആണ്, ഏത് വിഭാഗത്തിൽ പെടുന്ന സംയുക്തമാണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നെയിം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഓരോ ടൈപ്പ് കോമ്പൗണ്ടിന്റെയും നെയിമിങ് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം. ഓക്കെ, നമ്മളോട് ഇതേപോലെ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് ഈ കോമ്പൗണ്ടിന്റെ IUPAC നാമം എഴുതാനായിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ നിയമങ്ങൾ അനുസരിച്ചാണ് ഈ കോമ്പൗണ്ടിന് നമ്മൾ പേര് കൊടുക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യം തന്നെ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഓരോ ടൈപ്പ് കോമ്പൗണ്ടും നെയിം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഓർഡർ ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ അത് ആദ്യം ഏത് കാറ്റഗറിയിൽ പെടും എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ പേരിടാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിനും ഉണ്ട്, ഒരു ബ്രാഞ്ചും ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ചഡ് ഹൈഡ്രോകാർബൺ. ഒരു സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ടിന്റെ കൂടെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. സോ ഇതൊരു ബ്രാഞ്ച് ഉള്ള ഹൈഡ്രോകാർബൺ ആണ്. ബ്രാഞ്ചഡ് ഹൈഡ്രോകാർബൺ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് എത്ര ബ്രാഞ്ച് ഉണ്ട് നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു ബ്രാഞ്ച് ആണ്. കാണുമ്പോൾ നമുക്ക് ഒരു ബ്രാഞ്ച് ഉള്ളതായിട്ടേ ഫീൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നാല് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോണത്. നോക്കിയേ, the longest chain containing maximum number of carbon atoms should be considered as the main chain and the remaining as the branch. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാല് പല രീതിയിലുള്ള കണ്ടിന്യൂസ് കാർബൺ ചെയിൻ നമ്മൾ എണ്ണി നോക്കും. എന്താ നമ്മൾ ആദ്യം ചെയ്യാ? പല രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കാർബൺ ചെയിനുകൾ എണ്ണി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യും? നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യും. അതിൽ പെടാത്ത ആളെ നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യും? ബ്രാഞ്ച് ആയിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാല് ആദ്യം അവർ ഏത് കാറ്റഗറിയിൽ പെടും എന്ന് മനസ്സിലാക്കും. ശേഷം ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ പല രീതിയിലുള്ള കണ്ടിന്യൂസ് ചെയിൻ നമ്മൾ എണ്ണി നോക്കും. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യും. ആ വേർഡ് ഓർത്ത് വെക്കാം, മെയിൻ ചെയിൻ, മുഖ്യ ശാഖ.
അതിൽ പെടാത്ത ആളെ ബ്രാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യും, ശാഖയായിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നോക്കിയേ, നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം കേട്ടാ. ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നോക്കാം, ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കാം. ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ചെയിൻ ആണ് മെയിൻ ചെയിൻ അല്ലെങ്കിൽ മുഖ്യ ശാഖയായിട്ട് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അതിൽ പെടാത്ത ഇയാളാണ് നമ്മുടെ ബ്രാഞ്ച്. ഇയാളാണ് നമ്മുടെ ബ്രാഞ്ച്. അപ്പൊ ഒന്ന് എണ്ണി നോക്കി, മെയിൻ ചെയിനിൽ ഇപ്പൊ എത്ര കാർബൺ വരുന്നുണ്ട്? 4 കാർബൺ വരുന്നുണ്ട്. 4 കാർബൺ വരുന്നുണ്ട്. ഓർത്തു വെക്കാം. പെൻസിൽ കൊണ്ട് നിങ്ങള് നമ്മുടെ ആൻസർ ഷീറ്റിലൊക്കെ എഴുതുമ്പോഴേ പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത നോക്കിയേ, ഇത് ഇങ്ങനെ ഒരു ചെയിൻ പോസിബിൾ അല്ലേ? നോക്കിയേ, ഇത് ഇങ്ങനെ ഒരു ചെയിൻ പോസിബിൾ ആണ് അല്ലെ? ഇങ്ങനെ ഒരു ചെയിൻ പോസിബിൾ ആണ്. അപ്പൊ നോക്കാം, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? നമ്മൾ ഈ കൈ കൊണ്ടുപോകുന്നിടത്തൊക്കെ കാർബൺ വേണം കേട്ടാ. കണ്ടിന്യൂസ് ചെയിൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, തുടർച്ചയുള്ള ചെയിൻ ആയിരിക്കണം. 4 1 2 3 4 ഇവിടെയും 4 കാർബൺ ആണുള്ളത്. ഈ മെയിൻ ചെയിനിൽ പെടാത്ത ഇയാളാണ് നമ്മുടെ ബ്രാഞ്ച്. അപ്പൊ നോക്കാം, നേരത്തെയും 4 എണ്ണായിരുന്നു, ഇവിടെ 4 ആണ്. അപ്പൊ ഏതെടുത്താലും കുഴപ്പമില്ല. ഇനി ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കാം കേട്ടാ. ഇതുപോലെ ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. ഇങ്ങനെ ഒരു ചെയിൻ വേണമെങ്കിൽ വരാം അല്ലെ? 3 എണ്ണേ വരുന്നുള്ളൂ. അപ്പൊ അത് പെടുവോ? ഇല്ല. നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ എണ്ണി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റമുള്ള ചെയിൻ ആണ് നമ്മൾ മെയിൻ ചെയിൻ അല്ലെങ്കിൽ മുഖ്യ ശാഖയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നേരെ എണ്ണുമ്പോഴും ഇങ്ങനെ എണ്ണുമ്പോഴും സെയിം ആണ്. സോ ഇതിൽ ഏതെടുത്താലും കുഴപ്പമില്ല, ആൻസർ സെയിം തന്നെ ആയിരിക്കും. ഞാൻ ടീച്ചർ നേരെ ഉള്ളത് മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അതിൽ പെടാത്ത ഇയാളാണ് നമ്മൾ ബ്രാഞ്ച് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ചെയിനും കിട്ടി, ബ്രാഞ്ചും കിട്ടി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയേ. Numbering should be done in such a way that carbon atom carrying branch get the lowest number. For this you can start by numbering either from right or from left of the chain. Okay, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല്, മുഖ്യ ശാഖയിൽ വരുന്ന അല്ലെങ്കിൽ മെയിൻ ചെയിനിൽ വരുന്ന കാർബൺ ആറ്റങ്ങൾക്ക് നമ്മൾ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും നമ്മൾ നമ്പർ ഇടും. ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 1 2 3 4 ഇതാണ് നമ്പർ വരാം. ഇനി എന്ത് ചെയ്യാം, അടുത്ത ഡയറക്ഷനിൽ നമ്പർ ഇടാം. 1 കുറച്ച് ഇറക്കി ഇടണം കേട്ടാ. 2 3 4. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും നമ്പർ ഇട്ടു. മുഖ്യ ശാഖയ്ക്ക് നമ്പർ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രാഞ്ച് ഉള്ള കാർബണ്, ശാഖയുള്ള കാർബണ് ഏറ്റവും ചെറിയ വാല്യൂ, ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ബ്രാഞ്ച് വരുന്ന കാർബണ് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന നമ്പറിംഗ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്, അത് ഓർത്തു വെക്കാം. അടീന്ന് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. ഇതിൽ ഏതാണ് ഏറ്റവും ചെറുത്? 2. സോ ആ നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ടീച്ചർ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മുഖ്യ ശാഖയും ബ്രാഞ്ചും കണ്ടെത്തി അല്ലെ? മെയിൻ ചെയിനും ബ്രാഞ്ചും കണ്ടെത്തി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. ഓക്കെ, നമ്പർ കൊടുക്കുമ്പോൾ 2 ഡയറക്ഷനിലും നമ്പർ ഇട്ടതിന് ശേഷം ഈ ബ്രാഞ്ച് വരുന്ന കാർബണ് ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുന്ന നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ നോക്കുമ്പോ രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അടിയിൽ നോക്കുമ്പോ മൂന്നാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ 2 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓർത്തു വെക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത എന്താണെന്ന് നോക്കാം. The small branches attached to the carbon atom are called alkyl group. അതായത് നമുക്കിവിടെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് എപ്പോഴും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ബ്രാഞ്ച് ആയിട്ട് വരുന്ന ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ബ്രാഞ്ച് ആയിട്ട് വരുന്ന ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അടുത്തത് an alkyl group is obtained. എങ്ങനെയാണ് നമുക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെ കിട്ടുന്നത്? When a hydrogen atom is removed from a carbon atom in a saturated hydrocarbon. Saturated hydrocarbon എന്ന് പറഞ്ഞാല് സിംഗിൾ ബോണ്ട് ഉള്ള, ഏകബന്ധനമുള്ള കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബണെയാണ് നമ്മള് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആൽക്കെയിൻ. ഈ ആൽക്കെയിനിൽ നിന്ന് ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിന്ന്
ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോഴാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിള്, ഒരു കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ് നമ്മുടെ CH4. ഒരു കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ് നമ്മുടെ എന്ത് CH4. മീഥെയിൻ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് എന്താണ്? മീഥെയിൻ. ഒരു കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ് CH4. ഇതിന്റെ പേര് മീഥെയിൻ എന്നാണ്. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി, അപ്പൊ എന്തായി? CH3 എന്നായി. സോ ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഇനി അടുത്ത നോക്കിയേ, 2 കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ് ഈഥെയിൻ. ഈഥെയിൻ മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ്, ഈഥെയിൻ തന്നെയാണ് പറയാട്ടാ. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാല് നമുക്ക് അടുത്ത ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടി. എന്താണ് അതിന് അത് വരാ? CH2 CH3 എന്നാണ് വരാ. ഓക്കെ, ഒരു ഹൈഡ്രജൻ പോയി. അടുത്തത് CH3 CH2 CH3. ഈ ഹൈഡ്രോ കാർബൺ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും. അതാണ് എന്ത്? CH2 CH2 CH3. ഓക്കെ, ഓർത്തു വയ്ക്ക, ബ്രാഞ്ച് ആയിട്ട് വരുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അതായത് ഒരു ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യുമ്പോഴാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മീഥേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ എന്തായി? അത് CH3 ആയി. അതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഓരോ ആൽക്കൈൽ ഗ്രൂപ്പും ടീച്ചറോട് എഴുതിയിട്ടുണ്ട്. അടുത്ത നമ്മൾ പറയാൻ പോണത് ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെ എങ്ങനെ നെയിം ചെയ്യാം. ഒന്ന് നോക്കി. An alkyl group is named by adding YL to the word root of the corresponding alkane. ആൽക്കെയിന്റെ വേർഡ് റൂട്ടിനോട് YL എന്ന് ചേർത്താല് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് നമുക്ക് കിട്ടും. നമുക്ക് ഓരോന്നിന്റെയും പേര് നോക്കാം ട്ടാ. ആദ്യത്തെ നോക്കിയേ, ഒരു കാർബൺ ഉള്ള ഹൈഡ്രോ കാർബൺ ആണ്. അതിന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത്, ഒരു കാർബൺ എന്ന് പറയുമ്പോൾ വേർഡ് റൂട്ട് എന്താ വരാ? മെത്ത് എന്നാണ് വരാ. ആ വേർഡ് റൂട്ടിനോടൊപ്പം നമുക്ക് എന്ത് ചേർക്കണം? YL എന്ന് ചേർക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മീഥൈൽ എന്ന് കിട്ടി. സോ ആദ്യത്തെ ആൽക്കൈൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ. ഓക്കെ, അപ്പൊ കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ പേര് കണ്ടുപിടിക്കുന്നത്. അത് ഓർത്തു വെക്കാം ട്ടാ. രണ്ടാമത്തെ നോക്കാം. 2 കാർബൺ ആണ് ഉള്ളത്. വേർഡ് റൂട്ട് എന്താ വരാ? എത്ത് എന്നാണ് വരാ. അപ്പൊ കറസ്പോണ്ടിങ് വേർഡ് റൂട്ട് കണ്ടുപിടിച്ചു, അതിന്റെ കൂടെ YL എന്ന് ചേർക്കണം. അപ്പൊ എന്താ പേര് കിട്ടിയത്? ഈഥൈൽ. ഇനി അടുത്ത് നോക്കി, 3 കാർബൺ ആണ് ഉള്ളത്. 3 കാർബൺ വരുമ്പോ വേർഡ് റൂട്ട് പ്രൊപ്പ് എന്നാണ് വരുന്നത്. ആ വേർഡ് റൂട്ടിനോടൊപ്പം നമ്മൾ എന്ത് ചേർക്കണം? YL എന്ന് ചേർക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പൈൽ എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മള് ആൽക്കൈൽ ഗ്രൂപ്പ്, ബ്രാഞ്ച് ആയിട്ട് വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് കണ്ടുപിടിക്കണത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള സ്ട്രക്ചർ ഒന്നും കൂടെ നോക്കാം. നോക്കിയേ, ഇതാണ് ബ്രാഞ്ച്. ഇവിടെ CH3 ആണ് വന്നേക്കണേ അല്ലെ? ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് CH3 ആണ്. ഇവിടെ ഒരു കാർബൺ ആണ് ഉള്ളത്. അപ്പൊ വേർഡ് റൂട്ട് മെത്ത് എന്നാണ് വരാ. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? YL എന്ന് ചേർക്കും. സോ ഇതിന്റെ പേര് മീഥൈൽ എന്നാണ് വരാ ട്ടാ. മീഥൈൽ, ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ് വരുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത നിയമമാണ്, while writing the IUPAC name, a hyphen is used to separate numerals and alphabets. ഇവരുടെ IUPAC നെയിം എഴുതുമ്പോ എപ്പോഴും ലെറ്ററിനെയും അതേപോലെ നമ്പറിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് എന്തിടണം? ഹൈഫൺ ഇടണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിം കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് എഴുതി നോക്കാം. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഈ IUPAC നെയിം എഴുതുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഓരോ കോമ്പൗണ്ടിന്റെയും IUPAC നെയിം കണ്ടുപിടിക്കുന്ന രീതി അല്ലെങ്കിൽ ഓർഡർ ഡിഫറെന്റ് ആണ്. ഒരു ബ്രാഞ്ച് വരുമ്പോ ആ കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് എങ്ങനെ ഇടാം എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോണത്. ആ ഓർഡർ എന്താണ്, അതാണ് നമ്മൾ ആദ്യം പറയാൻ പോണത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ പേര് നോക്കിയേ, എന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പൊ ഒഫീഷ്യലി എന്റെ പേര് എങ്ങനെ വരാം? അനുശ്രീ മഠത്തിൽ മുരളി. ഇതില് അനുശ്രീ എന്ന് പറയുന്നത് എന്റെ പേര് അല്ലെ?
മഠത്തിൽ എന്ന് പറയുന്നത് എന്റെ വീട്ടും പേരാണ്, ഹൗസ് നെയിം. മുരളി എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ പേരാണ്, ഫാദേഴ്സ് നെയിം ആണ് അല്ലെ. അപ്പൊ ഈ ഓർഡർ എന്താ പറഞ്ഞേ? നമ്മുടെ പേരെഴുതും, വീട്ടും പേരെഴുതും, അച്ഛന്റെ പേരെഴുതും. ഇതൊരു ഓർഡറിലാണ്. ഈ ഒരു ഓർഡറിലാണ് ഞാൻ എന്റെ ഒഫീഷ്യൽ നെയിം എഴുതിയേക്കണത്. അതേപോലെ ഓരോ കോമ്പൗണ്ടിന്റെയും പേര് കണ്ടുപിടിക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ഒരു ബ്രാഞ്ച് ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ അത്തരത്തില് നെയിം ചെയ്യാനുള്ള IUPAC നെയിം എഴുതാനുള്ള ഒരു ഓർഡർ ആണുള്ളത്. ഈ ഓർഡർ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് നമ്മൾ ബൈ പ്രാക്ടീസ് കുറെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ തന്നെ നമുക്ക് ബൈ ഹാർട്ട് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഓർഡർ ആണ് ടീച്ചർ പറയാൻ പോണത്, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, ശാഖയുടെ സ്ഥാനം. അതായത് എത്രാമത്തെ കാർബണുമാണോ ബ്രാഞ്ച് വരുന്നത് ആ കാർബണിന്റെ നമ്പർ. ഇന്നത്തെ ടീച്ചർ പറഞ്ഞ പോലെ എപ്പോഴും നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്ത് എന്ത് വേണം? ഹൈഫൺ വേണം. സോ നമ്മൾ ഹൈഫൺ ഇട്ടു, പ്ലസ് പ്ലസ്, വേറെ മഷുണ്ട് എടുത്തെ, പ്ലസ് നെയിം ഓഫ് ബ്രാഞ്ച് ഓർ റാഡിക്കിൾ, ബ്രാഞ്ചിന്റെ പേര്, നെയിം ഓഫ് ബ്രാഞ്ച് ഓർ റാഡിക്കിൾ എന്ന് വിളിക്കും, പ്ലസ് അടുത്തത് വേർഡ് റൂട്ട്, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തില് പദമൂലം എന്നാണ് പറയണത്. സഫിക്സ്, സഫിക്സ് എന്ന് വെച്ചാൽ പിൻപ്രത്യയം. ഓക്കെ, സഫിക്സ്. ഇങ്ങനെയാണ് ഒരൊറ്റ ബ്രാഞ്ച് വരുന്ന ഹൈഡ്രോ കാർബൺ നമ്മൾ പേര് ഇടുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം. പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എത്രാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത് അതാണ് ബ്രാഞ്ചിന്റെ പൊസിഷൻ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു അത്? ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോ 2, അടിയിൽ നോക്കുമ്പോ 3. സോ ഏറ്റവും ചെറിയ വാല്യൂ ആണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഏതാ സെലക്ട് ചെയ്യാൻ? നമ്മള് 2 ആണ് സെലക്ട് ചെയ്യുക. അപ്പൊ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ലെറ്ററിനെയും വേർഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഹൈഫൺ ഇട്ടു. അടുത്തത് നെയിം ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ചിന്റെ പേര്. ഒരു ബ്രാഞ്ചിലുള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ബ്രാഞ്ചിന്റെ പേര് കണ്ടുപിടിക്കുന്നത്. ഈ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് എപ്പോഴും ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. അതും എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു അല്ലെ. ഇവിടെ നോക്കാം, ഒരൊറ്റ കാർബൺ ആണ് ബ്രാഞ്ചിൽ വരുന്നത്. സോ ഈ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്. ബ്രാഞ്ച് എന്നല്ലാണ്ട് റാഡിക്കിൾ എന്നും കൂടി പറയാറുണ്ട് കേട്ടാ. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. ഇനി ഗ്യാപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പ്ലസ് ഇട്ടതിന് ശേഷം വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം. വേർഡ് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യണത് നമ്മുടെ മെയിൻ ചെയിൻ അല്ലെങ്കിൽ മുഖ്യ ശാഖയിലുള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കിയിട്ടാണ്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടായിരുന്നു? 4 കാർബൺ ആണുള്ളത്. സോ നമ്മുടെ ബ്രാഞ്ചിന്റെ പേര് ബ്യൂട്ട് എന്നാണ്. എന്താണ്? ബ്യൂട്ട്. അടുത്തത് സഫിക്സ്. നോക്കിയേ, ത്രൂ ഔട്ട് ഈ കോമ്പൗണ്ടിൽ മുഴുവൻ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സഫിക്സ് ആയിട്ട് നമ്മൾ ANE എന്നാണ് എഴുതാം. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമാണെങ്കിൽ A എന്നാണ് സഫിക്സ് വരാ. എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് വന്നാല് സഫിക്സ് ENE എന്നാണ് എഴുതാ. എവിടെയെങ്കിലും ട്രിപ്പിൾ ബോണ്ട് വന്നാല് സഫിക്സ് YNE എന്നാണ് എഴുതാ. ഇവിടെ നോക്കിയേ, ത്രൂ ഔട്ട് സിംഗിൾ ബോണ്ട് ആണ്. സോ സഫിക്സ് ആയിട്ട് വരുന്നത് എന്താ? ANE. അപ്പോ നമുക്ക് തന്നിട്ടുള്ള ഈ കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തത്തിന്റെ IUPAC നെയിം ആണ് എന്ത്? 2-methyl butane. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒരു ബ്രാഞ്ച് ഉള്ള ഹൈഡ്രോ കാർബണിന്റെ നെയിമിങ് എങ്ങനെ എഴുതാം അല്ലെങ്കിൽ IUPAC നെയിം എങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. ഇതുപോലെ പല കാറ്റഗറിയിലുള്ള കോമ്പൗണ്ടിന്റെ നെയിം കണ്ടുപിടിക്കാനുള്ള രീതി, അതിന്റെ ഓർഡർ ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വീഡിയോ കണ്ടു നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ഇതുപോലുള്ള ഒരുപാട് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ, താങ്ക് യു.